കേരളത്തിലേക്കുള്ള മനുഷ്യക്കടത്ത് കേസിൽ കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി കോടതി. ജാർഖണ്ഡിൽ നിന്ന് കുട്ടികളെ കടത്തിയ കേസിലാണ് നടപടി. 2022 കേരള പോലീസ് കന്യാസ്ത്രീകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ട്രെയിനിൽ 3 പെൺകുട്ടികളുമായി വരുന്നത് കണ്ട് CWCക്ക് തൃശൂർ സ്വദേശിനിയായ യുവതി നൽകിയ പരാതിയിലാണ് അന്ന് കേസെടുത്തത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്തായാലും വലിയ നിലയിലാണ് ഇപ്പോൾ ഈ മനുഷ്യക്കടത്ത് വലിയ വാർത്തയായി പുറത്തു വരുന്നത്. ജാർഖണ്ഡിൽ നിന്നുള്ള 3 കുട്ടികളെ കേരളത്തിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും കേസുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. പിന്നീട് ഇവരെ വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. എന്താണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ, മിഥുൻ അയ്യപ്പൻ? ഈ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. മതം മാറ്റം അതുപോലെ തന്നെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകൾ നടക്കുന്നു. ഈ വലിയ രീതിയിൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെയാണ് സമാനമായിട്ടുള്ള കേസിലെ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാകുന്നത്. തൃശ്ശൂരിൽ ഈ സംഭവം ഉണ്ടാകുന്നത് 2022-ലാണ്. അന്ന് ജാർഖണ്ഡിൽ നിന്ന് 3 പെൺകുട്ടികളുമായി എത്തിയ 2 കന്യാസ്ത്രീകൾ അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു ആളുകളെയുമാണ് തൃശ്ശൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ചൈൽഡ് ലൈനാണ്, CWC ആണ് ഇവരെ തടഞ്ഞു നിർത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരുടെ ആധാർ വിവരങ്ങൾ പരിശോധിച്ചതും അവരുടെ രീതികളുമെല്ലാം കണ്ട് സംശയം തോന്നിക്കൊണ്ടായിരുന്നു അത്തരത്തിൽ കേസെടുക്കാൻ തൃശ്ശൂർ റെയിൽവേ പോലീസ് തയ്യാറായത്. അവരുടെ കഴുത്തിൽ കൊന്ത മാലകളുണ്ടായിരുന്നു. അവരാകട്ടെ മറ്റ് മതസ്ഥിൽ നിന്നുള്ളവരായിരുന്നു. ഒപ്പം തന്നെ ഇവരെ ജോലിക്കായി മനുഷ്യക്കടത്ത് നടത്തിയതാണ് എന്ന് സംബന്ധിച്ച സംശയങ്ങളുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു, വിചാരണ ആരംഭിച്ചു. 3 വർഷം പിന്നിട്ടപ്പോൾ ഈ പ്രോസിക്യൂഷന് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നും എല്ലാ ആരോപണങ്ങളും സംശയമില്ലാത്ത വിധം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നും കണ്ടുകൊണ്ട് തൃശ്ശൂർ സെഷൻ ജഡ്ജിയായിട്ടുള്ള കെ കാമനിസ് ഇത് സംബന്ധിച്ചുള്ള വിധി കഴിഞ്ഞ ഈ മാസം 26-ാം തീയതി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് വലിയ രീതിയിൽ കന്യാസ്ത്രീകളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളും വേട്ടയാടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു പ്രൊപ്പഗണ്ട ഇവിടെ നടക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അത് മറ്റുള്ളിടത്ത് മാത്രമല്ല, CPM ഭരിക്കുന്ന കേരളത്തിൽ കൂടി സമാനമായ സംഭവങ്ങൾ വെറും 3 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് നിയമാനുസൃതം അതിൻ്റെ നടപടികൾ മുന്നോട്ട് പോയിരുന്നു, നിയമാനുസൃതം അതിൻ്റെ വിചാരണ മുന്നോട്ട് പോയിരുന്നു. ഇപ്പോൾ നിയമം വഴി തന്നെ അവർക്ക് കുറ്റവിമോചിതരാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിലെ തന്നെ പൂമല അമ്പക്കാട് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിലെയും പൂമല ഫാത്തിമ കോൺവെൻറ്റിലെയും മദർ സുപ്പീരിയേഴ്സിനെതിരായിരുന്നു കേസുണ്ടായിരുന്നത്. അവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് കഴിഞ്ഞ 26-ന് കോടതി വിധി വന്നിരിക്കുകയാണ്. ഈ വിധി ഏറ്റവും പ്രസക്തമാകുന്നത് ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് എടുക്കാൻ ശ്രമിക്കുകയും ഇത് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് കേരളത്തിലും ഇത്തരമൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ന്യൂനപക്ഷ വേട്ടയായി ആരും വ്യാഖ്യാനിച്ചില്ല, ദുർവ്യാഖ്യാനങ്ങൾ മെനഞ്ഞില്ല, പ്രൊപ്പഗണ്ടകൾ നിരത്തിലിറക്കിയില്ല. തീർച്ചയായും ഒരു മനുഷ്യക്കടത്ത് എന്നുള്ള നിലയ്ക്ക് ആ കേസിനെ കണ്ടു. നിയമവിധേയമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയപ്പോൾ അവർ കുറ്റവിമുക്തരായി എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയം ഏറ്റവും പ്രസക്തമാകുന്നത് ഛത്തീസ്ഗഡിലെ ഇപ്പോൾ ഉണ്ടാകുന്ന വിഷയവുമായി കൂട്ടിവായിക്കുമ്പോഴാണ്. തീർച്ചയായും മിഥുൻ അയ്യപ്പൻ തുടരുക. ജാർഖണ്ഡിൽ നിന്നുള്ള 3 കുട്ടികളെ കേരളത്തിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിലും സമാനമായ കേസുണ്ടായിരുന്നു. അല്ലാതെ ഛത്തീസ്ഗഡിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല ഇത്. ചിലരുടെ മുതലെടുപ്പാണ് എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്.